നടുവേദന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ശരീരത്തിന്റെ നേരെ പകുതിയാക്കി തിരിച്ച് കഴുത്തു മുതൽ നട്ടെല്ല് വരെയുള്ള ഭാഗങ്ങൾക്കാണ് നടു എന്ന് പറയുന്നതും ആ ഭാഗത്തിൽ വരുന്ന അസുഖത്തിനാണ് നടുവേദന എന്ന് പറയുന്നത്. അപ്പോ എന്താണ് നട്ടെല്ല് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അത് നട്ടെല്ലുള്ളവനായി നടക്കൂ അല്ലെങ്കിൽ നട്ടെല്ല് വളക്കാതെ നടക്കൂ എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ. ഇങ്ങനെ പറയുമ്പോൾ ഈ നട്ടെല്ല് എന്താണെന്നും അതില് എന്തൊക്കെ ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കണം. 33 കശേരുക്കളും 23 ഡിസ്കും അടങ്ങിയിട്ടുള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ളതും അതേസമയം തന്നെ ഏറ്റവും വഴക്കമുള്ളതും ആയിട്ടുള്ള ഒരു അവയവമാണ് നട്ടെല്ല്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡിക്കാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നട്ടെല്ലിന്റെ കഴുത്തിന്റെ ഭാഗത്തിന് സെർവിക്കൽ സ്പൈൻ, ആ സെർവിക്കൽ സ്പൈൻ കഴുത്തിന്റെ ഭാഗത്തുള്ള 7 കശേരുക്കളും ഈ തൊറാസിക് സ്പൈൻ എന്ന് പറയുന്ന നമ്മുടെ പുറം ഭാഗത്തുള്ള 12 കശേരുക്കളും ലംബാർ സ്പൈൻ എന്ന് പറയുന്ന നമ്മുടെ സാധാരണ നമ്മളൊക്കെ നടു എന്ന് ഉദ്ദേശിക്കുന്ന ലോ ബാക്കിലെ 5 കശേരുക്കളും പിന്നെ സാക്രവും കോസിക്സും അടങ്ങിയിരിക്കുന്ന ബാക്കി കശേരുക്കളും അടക്കം 33 കശേരുക്കളാക്കിയിട്ടാണ് ഇത് വിവരിച്ചിരിക്കുന്നത് എന്ന് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൽ തന്നെ അതിൽ കൂടി പോകുന്ന നർവ്സിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വലത് സൈഡ് കാണാം. C1, C2, C3, C4, C5, C6, C7, C8 എന്ന് പറഞ്ഞിട്ട് കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഇത്രയും ഞരമ്പുകൾ. ഈ ഞരമ്പ് എന്നും ധമനി എന്നും സിര എന്നും നാഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഏകദേശം ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വെരിക്കോസ് വെയിന് വന്നിട്ട് ഈ ന്യൂറോളജിസ്റ്റിന് പോകുന്നത്. കാരണം വെരിക്കോസ് വെയിന് രക്തക്കൊയലാണെങ്കിൽ പോലും നാടന്മാർക്ക് ഇതൊക്കെ ഞരമ്പോ അല്ലെങ്കിൽ ഞരമ്പ് രോഗമൊക്കെയാണ്. ഇനി പറയുന്ന ഇത്രയും നർവ്സില് കൂടി നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും പോകുന്ന ഞരമ്പുകൾ അവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും നിർക്കിട്ടോ കാര്യങ്ങളോ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ ബാധിക്കുന്ന രോഗങ്ങളായി അല്ലെങ്കിൽ വേദനയായി അല്ലെങ്കിൽ തരിപ്പായി അല്ലെങ്കിൽ ശക്തിക്കുറവായി അല്ലെങ്കിൽ പുകച്ചലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈനൽ കോഡിനെ പറ്റി അല്ലെങ്കിൽ സുഷുമ്ന നാഡിയെ പറ്റി അത് നമ്മുടെ തലച്ചോറത്ത് ഉത്ഭവിച്ച് നമ്മുടെ ഏറ്റവും അവസാനത്തെ കശേരു വരെയുള്ള ഭാഗത്തേക്ക് പിന്നെ വ്യാപിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇത്രയും വിഭാഗങ്ങൾ നട്ടെല്ലിന്റെ പ്രധാന ഭാഗങ്ങളായിട്ട് നമ്മൾ വിവരിക്കുന്നത് ഒന്ന് സെർവിക്കൽ വെർട്ടിബ്ര, അതായത് കഴുത്തിന്റെ ഭാഗത്തുള്ള കശേരുക്കള്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ വലിയ കഴുത്തുള്ള ജിറാഫിനും ചെറിയ കഴുത്തുള്ള നമുക്കും ഈ കശേരുവായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരുടെയും കശേരുടെ എണ്ണം, കഴുത്തിലെ കശേരുടെ എണ്ണം 7 തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കി തൊറാസിക്കും ലംബാറും സാക്യുലേറ്ററി വെർട്ടിബ്രകളും അതിന്റെ പിന്നെ മറ്റ് അനുബന്ധമായ ഭാഗങ്ങളും ഈ പറയുന്ന നട്ടെല്ലിന്റെ ഭാഗങ്ങളായിട്ട് കശേരുക്കളും അതേപോലെ തന്നെ ഓരോ കശേരുക്കൾക്കിടയിലും നേരത്തെ ഞാൻ പറഞ്ഞു 33 കശേരുക്കളും 23 ഡിസ്കും അടങ്ങിയതും അതേപോലെ തന്നെ അതിന് അനുബന്ധമായ ലിഗമെന്റ്, സ്നായുക്കള്, ടെൻഡൻ, പിന്നെ നെർവ്സ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഇതാണ് നമ്മുടെ നട്ടെല്ല് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ നടുവേദന ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. അതില് എന്താണ് നടുവേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു സാധാരണക്കാരന് കഴുത്ത് വേദന ഉള്ളത് സെർവിക്കൽ പെയിനും അതേപോലെ തന്നെ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ ബാക്ക് പെയിൻ, അതായത് നമ്മുടെ ശരീരത്തിന് പകുതിയാക്കിയിട്ട് കാലിന്റെ ഭാഗത്ത് മേലെ ഭാഗത്ത് പകുതിയാക്കി കിട്ടുന്ന ആ ഭാഗത്തിന്റെ വരുന്ന ലോ ബാക്ക് പെയിൻ എന്ന് വരുന്നതാണ് നടുവേദന. അപ്പോ ഞാൻ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ അനാറ്റമി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന നടുവേദന കഴുത്തിന്റെ ഭാഗം മുതൽ നട്ടെല്ലിന്റെ അറ്റം വരെ ഉണ്ടാകുന്ന
വേദനകൾക്ക് പൊതുവായി നാം പറയുന്ന പേരാണ് ഈ നടുവേദന. അതില് സർവ്വ ഭാഗത്തുള്ള വേദനകളെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴുത്ത് വേദന എന്ന് പറയും. ലംബാർ ഭാഗത്തുള്ള വേദനകളെ നടുവേദന എന്നും നമ്മൾ തരംതിരിക്കുമ്പോൾ തന്നെ ആ നടുവേദന ഉണ്ടാവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നിദാനം എന്ന് പറയും, അത് ഏതൊക്കെയോ ആണെന്നും അതിന്റെ ഓരോ ഞാൻ എന്റെ ഇൻട്രോ തന്നെ പറഞ്ഞിരുന്നു, 25ഓളം കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട 8 കാരണങ്ങൾ ഈ നടുവേദനക്കുണ്ട്. അതോ കഴുത്തിലോ അരക്കെട്ടിലുള്ള ഡിസ്ക് തള്ളുകയോ നീർക്കെട്ട് വരികയോ അണുബാധയോ പോലെയുള്ള മറ്റ് പല കാരണങ്ങളാല് വരുന്നതാണ് നടുവേദന. അതിൽ തന്നെ ഓരോ കാരണങ്ങളും കൃത്യമായി അത് വ്യക്തമായി ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രൂപത്തില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണങ്ങൾ മനസ്സിലായാൽ മാത്രമേ ഏത് കാരണത്താലാണോ നടുവേദന വന്നിരിക്കുന്നത് ആ കാരണത്താലുള്ള ചികിത്സ നമ്മൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം കാണുകയും അസുഖം മാറുകയുള്ളൂ. അപ്പം രോഗം ഡയഗ്നോസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൃത്യതയും നിഷ്കർഷയും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന മറ്റ് സംവിധാനങ്ങൾ കൂടിയും ഉണ്ടാവുകയാണെങ്കിൽ അതിന് വളരെ കൃത്യമായ ഒരു ചികിത്സയും ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നടുവേദന പരിപൂർണമായി തന്നെ മാറ്റാൻ നമുക്ക് കഴിയും. ഇതില് നിങ്ങൾക്ക് കാണാം നടുവേദനയുടെ കാരണങ്ങളിൽ 8 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിലൊന്ന് കോൺജനിറ്റലായിട്ട്, അതായത് ജന്മന വരുന്ന, പ്രത്യേകിച്ച് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട്. അതിൽ സ്പൈന ബൈഫിഡ പറയുന്നുണ്ട്, അതടുത്ത ഇതിനെ വിശദമായിട്ട് പറയും. സ്കോളിയോസിസ് പറയുന്നുണ്ട്, ലിസ്റ്റസിസ് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണമായിട്ടുള്ള ട്രോമാറ്റിക് ബാക്ക് പെയിൻ, അതില് പറയുന്നത് അടി, ഇടി, ചതവ്, ആക്സിഡന്റ് പോലെയുള്ള ഒത്തിരി കാരണങ്ങൾ ഈ രണ്ടാമത്തെ ട്രോമാറ്റിക് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് ഇൻഫ്ലമേറ്ററി, അത് നീർക്കെട്ടും അണുബാധയാണ്. ഈ നീർക്കെട്ടും അണുബാധയിലും വരുന്ന മെയിൻ കാരണങ്ങൾ ഒന്ന്, പലപ്പോഴും എനിക്ക് ഇപ്പൊ ഞാനിനി പറയുന്ന ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയാം. ഇതിൽ പറയുന്ന പേരുകൾ, രോഗിയുടെ പേരുകളോ അവരുടെ വയസ്സോ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൃത്യമായ പേരുകളോ അല്ലെങ്കിൽ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒന്നും ആയിരിക്കില്ല. മെഡിക്കൽ എത്തിക്സ് പ്രകാരം അങ്ങനെ പറയാനും പാടില്ല. അപ്പൊ ഞാനിപ്പോ ഒരു കോൺഫിഡൻഷ്യലായിട്ട് ഞാൻ കണ്ട കുറെ നടുവേദനക്കാരുടെ പേര് പറയുമ്പോൾ അത് ആ ഡോക്ടർ താങ്കൾ ഇങ്ങനെ പറഞ്ഞത് അത് ഞാനാണോ എന്ന് ആരും കണക്കാക്കൊന്നും വേണ്ട. രണ്ടാമത്തേല് ഞാൻ പറഞ്ഞ ട്രോമാറ്റിക് ആക്സിഡന്റ് ആയിട്ട് വരുന്നതാണെങ്കിലും മൂന്നാമത്തെ ഇപ്പോഴത്തെ ഇൻഫ്ലമേറ്ററി കേസ് ആണെങ്കിലും അതില് വളരെ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചില കാരണങ്ങളിൽ ഒന്ന് ഈ സ്പൈനിന് വരുന്ന TV, അത് ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററിയിലും അല്ലെങ്കിൽ നീർക്കെട്ടിലൊക്കെ വരുന്ന ഒരു നടുവേദനയാണ്. അതിൽ തന്നെ ഏകദേശം 200ഓളം വരുന്ന റുമാറ്റിക് വാദ സന്ധിവാദങ്ങൾ, അത് നമ്മുടെ യൂറിക് ആസിഡ് കൊണ്ട് വരുന്നതാണെങ്കിലും അതല്ല റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, അതേപോലെയുള്ള ഓരോ തരം സന്ധിവാദങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ നടുവേദനയും ഈ ഇൻഫ്ലമേറ്ററി ഇതിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ഡീജനറേറ്റീവ് തേയ്മാനം കൊണ്ട് വരുന്ന നടുവേദന. പണ്ടൊക്കെ 50-60 വയസ്സിന് ശേഷമാണ് തേയ്മാനം വരുന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒരു 25-30 വയസ്സുള്ള അവർക്ക് പോലും ഈ തേയ്മാനം കൊണ്ടുള്ള നടുവേദന വരുന്നുണ്ട്. പലപ്പോഴും ഈ ഡീജനറേറ്റീവ് എന്ന് പറയുന്ന ആ ഡി തന്നെ, അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് മിക്കവാറും ഇന്ന് വരുന്ന നടുവേദന കേസുകളിൽ ഈ വൈറ്റമിൻ ഡി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം 30 എങ്കിലും വേണം എന്ന് ഉണ്ടെങ്കിൽ പോലും പലർക്കും 4, 5, 8, 10, 12 ഒക്കെയാണ് ഇത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കേസാണ്. കൂടാതെ നിയോപ്ലാസ്റ്റിക് ഇതിൽ മിക്കവാറും അർബുദം കൊണ്ട് അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ട് വരുന്ന അതിന്റെ കാരണങ്ങൾ കൊണ്ട് വരുന്ന നടുവേദനയാണ് പറയുന്നത്. അതിലാണ് ഇപ്പം വളരെ അധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന 1-2 തരം നടുവേദന. ഒന്ന് ഇവിങ് സാർക്കോമ എന്ന് പറഞ്ഞ ചില കുട്ടികളിൽ വരെ, അതായത് ഈ 20 വയസ്സ് താഴെ കുട്ടികളിൽ പൊതുവെ സാധാരണ പറയുന്ന കാരണങ്ങളാലുള്ള നടുവേദന വരുന്നില്ലെങ്കിൽ പോലും ഈ ഇവിങ് സാർക്കോമ
ഏറ്റവും 10 വയസ്സ് താഴെയൊക്കെയുള്ള കുട്ടികളിൽ വരെ ഈ നടുവേദനയോ അല്ലെങ്കിൽ എന്തോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇവിൻ സാർക്കോമ. അതേപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ മയലോമ എന്ന് പറയുന്ന പണ്ടൊക്കെ വയസ്സായവർക്ക് മാത്രം നമ്മൾ കാണുന്ന ക്യാൻസർ കൊണ്ടുവരുന്ന നടുവേദന ഇന്ന് വളരെ പിന്നെ നേരത്തെ തന്നെ 25, 30, 40 ഒക്കെ വയസ്സുള്ള ആൾക്കാർക്ക് പോലും അത് വരികയും അതുകൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റാബോളിക് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണത്തിലും ആഹാരത്തിലൊക്കെയുള്ള കുറവ്, പിന്നെ ഡെഫിഷ്യൻസി കൊണ്ടും മറ്റൊക്കെ വരുന്ന നടുവേദനയിൽ ഇതിനെ ഈ മെറ്റാബോളിസം അല്ലെങ്കിൽ മെറ്റാബോളിക് സിൻഡ്രോം ഒക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നടുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയുന്ന ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഈ മെറ്റാബോളിക് ബാക്ക് പെയിനെ നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അത് അതിന്റെ സമയത്ത് ഞാൻ പറയുന്നതാണ്. പിന്നെ റെഫേർഡ് പെയിൻ. ഈ റെഫേർഡ് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസറൽ ഓർഗൻസ്, റെഫേർഡ് ഫ്രം ദ വിസറൽ ഓർഗൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരാവയവങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ട് അതിന്റെ പിന്നെ ഭാഗമായിട്ട് നമ്മുടെ നട്ടെല്ലിലേക്കോ നടുവിന്റെ ഭാഗത്തേക്കോ കഴുത്തിന്റെ ഭാഗത്തേക്കോ ഒക്കെ വരുന്ന വേദനകളാണ് ഈ റെഫേർഡ് പെയിനിൽ വരുന്നത്. അതിന് വേണമെങ്കിൽ നമുക്കൊരു മൂത്രത്തിൽ കല്ല്, ഇപ്പൊ എൻ്റെ അടുത്തൊരു ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് വന്നപ്പോൾ അവർക്കുള്ള കല്ല് 10.8 ആയിരുന്നു സൈസ്. 13 വരെയുള്ള കല്ല് നമുക്ക് പിന്നെ മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിലും ഈ 10.8 ഉള്ള കല്ല് ഉള്ള ആൾക്കാർക്ക് തന്നെ അവന്റെ ക്രിയാറ്റിൻ 1.6 ആവുകയും അതുപോലെ തന്നെ അതില് ഹൈഡ്രോ നെഫ്രോസിസ് ഒക്കെ വന്നിട്ട് നീർക്കെട്ടൊക്കെ വന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ പറയുകയും, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന നടുവേദനയൊക്കെ വന്നപ്പോ നമ്മൾ കൃത്യമായി അതിനെ ചികിത്സ ചെയ്ത് ആ കല്ല് പിന്നെ തെറിച്ചു പോയതോടുകൂടി തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വേദനകളൊക്കെ മാറി. അപ്പൊ അത് മൊത്തത്തിൽ കല്ല് വരാം, കിഡ്നിയിൽ കുഴപ്പം വരാം. സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസിൽ വരുന്ന ഗർഭാശയത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ പ്രോസ്റ്റൈറ്റിസ്, ആണുങ്ങൾക്ക് വരുന്ന ഈ പൗരുഷ ഗ്രന്ഥി വീക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ ഇടത്തെ കൈക്ക് പിന്നെ കഴുത്തിന് വേദന വന്നിട്ട് കൈയിലേക്ക് വരുന്ന വേദന, അത് ഇടത്തെ കൈയിലേക്ക് വേദന വരികയാണെങ്കിൽ നമ്മൾ ഹാർട്ടിന്റെ സബ്ക്ലേവിയൻ ആർട്ടറിയിലെ ഡയറക്റ്റ് ആർട്ടർ ഓഫ് ദി അയോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇടത്തെ കൈയിലേക്ക് നമ്മുടെ രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകൾക്ക് വരുന്ന എന്തെങ്കിലും കാരണങ്ങളാല് കൈക്ക് വൈവേദന വന്ന് അപ്പോൾ തന്നെ നമ്മൾ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റെഫേർഡ് പെയിന് അതിന്റെ ക്രമത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതൊന്നും അല്ലാത്ത മിസല്ലേനായിട്ട് പല വക കാരണങ്ങളാൽ വരുന്ന നടുവേദനയാണ് ഉള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് കോൺജനിറ്റലായിട്ട് വരുന്ന സ്പൈന ബൈഫിഡ, രണ്ടാമത്തേൽ വരുന്ന സ്കോളിയോസിസ് ടൈപ്പ്. ഇതൊക്കെ ചിത്രത്തിൽ കാണാം. അത് ഇടത്തോട്ട് ചെയ്തിരുന്നത്, വലത്തോട്ട് ചെയ്തിരുന്നത്, മുമ്പോട്ട് ചെയ്തിരുന്നത്, ബാക്കോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ ചരിവുകൾ. ഇത് കൂടാതെ സ്പോണ്ടൈലോലിസ്തസിസ്, ഈ പറഞ്ഞ കശേരുക്കൾക്ക് ഒന്നാമത്തതില് ശരിക്കും നോർമൽ ആയിട്ടുള്ള പിന്നെ നട്ടലാണെങ്കിൽ ഇതില് രണ്ടാമത്തെ കാണുന്ന ചിത്രം 25% താഴെ ഗ്രേഡുള്ള പിന്നെ നമ്മുടെ സ്പോണ്ടൈലോലിസ്തസിസ്, അതായത് കശേരുക്കൾ തെന്നിയതാണ്. അത് മൂന്നാമത്തെ ചിത്രമാകുമ്പോഴേക്ക് അതില് 25 മുതൽ 50% വരെയുള്ള രണ്ടാമത്തെ ഗ്രേഡിൽ വരുന്ന കശേരുക്കൾ തെറ്റിയ സ്പോണ്ടൈലോലിസ്തസിസ് ആണ്. അത് മൂന്നാമത്തെ ഗ്രേഡിൽ എത്തുമ്പോഴേക്ക് 50 മുതൽ 75% വരെ നേരത്തെ അടിയിൽ ആ ചിത്രത്തിൽ വന്നിരിക്കുന്ന ആ അടയാളം കാണിക്കുന്ന എല്ല് നീങ്ങിയത് നമുക്കെല്ലാം കാണാൻ പറ്റും. അത് തന്നെ നാലാമത്തെ ഗ്രേഡ് എത്തുമ്പോഴേക്കും 75% തെറ്റി ഏകദേശം മേലെയുള്ള കശേരും താഴെയുള്ള കശേരും കൂടി ടച്ചായി തള്ളിപ്പോയി നിലത്ത് വീഴാൻ പോകുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഇത്തരം ഇതിലൊക്കെ ജന്മനായും വരാം. അത് കൂടാതെ നമ്മുടെ ഏജിങ് പ്രോസസ്സിൽ ഓരോ ഘട്ടത്തിലും വരാം. പക്ഷെ ഇതില് ഈ ഏജിങ് കേസിൽ വരുന്ന സ്കോളിയോസിസ് സ്ത്രീകളിലാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ്. ആൺകുട്ടികളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ വരുന്നത് എന്നൊരു പ്രത്യേകം അമ്മമാരും ഉമ്മമാരും അവരുടെ കുട്ടികളെ അതാ സമയത്ത് നട്ടിലെന്തെങ്കിലും വളവുണ്ടോ എന്ന് പരിശോധിച്ച് അതില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്ന് ഇതിനിടയിൽ തന്നെ ഞാൻ അറിയിച്ചോട്ടെ. പിന്നെ വരുന്നതാണ് ഡിസ്ക് പ്രൊലാപ്സ്.
മിക്കവാറും നാം കാണുന്ന ഇന്ന് വരുന്ന നടുവേദനയിൽ നേരത്തെ ഉദ്ഘാടകനായ ഡോക്ടർ പറഞ്ഞു മെക്കാനിക്കൽ പെയിൻ ആണ് 75% എന്ന് മനസ്സിലാക്കുകയും അത് തന്നെ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് നമ്മൾ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരം രോഗങ്ങളിൽ കൃത്യമായ രൂപത്തിൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ പലപ്പോഴും 100% നമ്മുടെ ഇത്തരം അസുഖങ്ങൾ മാറുന്നതാണ്. ഇനി ഈ ഡിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ക് എന്താണ് ഡിസ്ക് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ കൈതത്ര വേഗത്തില് ധൃതി വെച്ച് പറയുന്നത് സമയം രോഗികൾക്ക് തന്നെ 8:25 നിങ്ങളെ സംശയം തീർക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാങ്കേതിക പദങ്ങൾ മാക്സിമം ഒഴിവാക്കി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അവസരം തരും. അതുകൊണ്ട് തന്നെ ഡിസ്ക് എല്ലാവരും പറഞ്ഞ ഡിസ്ക് നടുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും ഡിസ്ക് ആണ്, ഡിസ്കിന്റെ പ്രശ്നമാണ്, ഡിസ്ക് പ്രൊലാപ്സ് ആണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഈ കശേരുക്കൾക്കിടയില് ഒരു വീട്ടിലെ അടുക്കളയില് ഒരു 2 കശേരുക്കൾ തമ്മിലോ അല്ലെങ്കിൽ ഞരമ്പുകളോ തട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഡിസ്ക്. ഈ ഡിസ്കിൽ ഇപ്പൊ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തട്ടുന്ന ഭാഗത്ത് തന്നെ ആ സയാറ്റിക് നെർവ് നിലക്ക് അത് പ്രസ്സാവുന്നതും അവിടെ ഒരു ചോപ്പ് അടയാളമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇതില് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാനിപ്പോ നടുവേദനെ പറ്റി, അതായത് ലോ ബാക്ക് പെയിനെ പറ്റി സാധാരണ രോഗികൾ പരാതിപ്പെടുന്ന നടുവേദന എന്ന് പറയുന്ന ലോ ബാക്ക് പെയിനെ പറ്റിയാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഈ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഒരു കേരള പൊറാട്ട മാതിരിയുള്ള ഒരു സാധനമാണ് ഈ ഡിസ്ക് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഈ 2 കശേരുക്കിടയിൽ എന്തെങ്കിലും കൊലച്ചലോ എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പരിക്കൊന്നും അല്ലെങ്കിൽ ക്ഷതമൊന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. അതിന്റെ സെന്ററിലുള്ള പൊറോട്ടയുടെ സെന്ററിൽ ഒരു കുഴിമാതിരി ഉണ്ടാവുന്ന ആ സെന്ററിൽ തന്നെ ന്യൂക്ലിയസ് പൾപ്പോസം, അതായത് പൾപ്പ് പോലെയുള്ള നമ്മുടെ ലേഹം പോലെയുള്ള ഒരു സാധനമാണ് അതിന്റെ സെൻട്രലി നിറച്ചിരിക്കുന്നത്. അതിന്റെ പുറം ചട്ട, ഉറപ്പുള്ള പുറം ചട്ട, ഒരിക്കലും ഒട്ടാനോ ചെറ്റാനോ അല്ലെങ്കിൽ ഇതാകാനോ സാധ്യത ഇല്ലാത്ത രൂപത്തിൽ അനുലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുറം കവർ കൊണ്ടാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഇതില് നമ്മള് സാധാരണഗതിയിൽ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ വെയിറ്റ് എടുക്കേണ്ടത് എങ്ങനെ, കുനിയേണ്ടത് എങ്ങനെയൊക്കെ പൊസിഷനൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത് തന്നെ ഞാൻ ഒന്നൊരു ചെറുപ്പക്കാരോട് സംസാരിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് അല്ലെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഇപ്പൊ ഇല്ലാത്തത് ശ്രദ്ധ അല്ലെങ്കിൽ നിഷ്കർഷ അല്ലെങ്കിൽ സൂക്ഷ്മത, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പൊ എല്ലാം വെപ്രാണത്തോടുകൂടി അശ്രദ്ധമായി കൈകാര്യം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തില് നിഖില മേഖലയിൽ നമ്മൾ ബാധിക്കുന്നത് പോലെ നമ്മുടെ നട്ടെല്ലിന്റെ ഈ കശേരുക്കളെയും ബാധിക്കുകയും അത് ചെറിയ രൂപത്തില് അത് വീർത്ത് വരികയും ചെയ്യുന്ന ഒന്നിനാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് പ്രൊലാപ്സ് തന്നെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇന്നർ കവറിങ്ങും അല്ലെങ്കിൽ ഉള്ളിലുള്ള കവറിങ്ങും പുറത്തുള്ള കവറിങ്ങും, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മള് ബാഗില് നെല്ല് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ തട്ടിയിട്ട് അത് പൊട്ടാതിരിക്കാൻ വേണ്ടി, അല്ലെ പൊട്ടിയാലും സാധനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു കവർ ഇടും. അപ്പൊ അങ്ങനെ ആകുമ്പോ ഉള്ളിലുള്ള കവറ് എങ്ങനെയെങ്കിലും പൊട്ടിയാലും അത് പുറത്തു പോവാത്ത രൂപത്തിലേക്ക് വരും. അപ്പൊ ഈ ഡിസ്കിന്റെ ഈ കവറിങ്, ഉള്ളിലുള്ള കവറിങ് പൊട്ടുന്ന രൂപത്തിൽ ഇത് വീർത്തു വരുന്നതിനാണ് നമ്മള് പ്രൊട്രൂഷൻ എന്ന് പറയുന്നത്.
പിന്നെ അതിന്റെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗം പുറത്തു വരുന്ന എക്സ്ട്രൂഷൻ, പിന്നെ ഹെർണിയേഷൻ എന്നൊക്കെ പറയുന്ന സ്റ്റേജുകൾ മാറി മാറി വന്നിട്ട് കോഡ എക്വിന സിൻഡ്രോം, അതിന്റെ ഏറ്റവും അടിയിലുള്ള നമ്മുടെ ഞരമ്പിന്റെ ഈ കുതിരയുടെ വാല് പോലെ മൊത്തം വന്നിരിക്കുന്ന ആ ഭാഗത്ത് വരുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് അതില് ഈ കോഡ എക്വിന സിൻഡ്രോം എന്ന് പറയുന്ന ആ ഭാഗത്ത് പ്രസ്സിങ് വരുമ്പോൾ വരുന്ന റെഡ് ഫ്ലാഗ്സ്. അത് ഈ നട്ടലിന്റെ ഈ ഭാഗത്ത് വരുമ്പോ ഞാൻ ഓരോ കാരണങ്ങളും വീണ്ടും നിങ്ങളുടെ സംശയത്തിനനുസരിച്ച് ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ച് തരുന്നതാണ്. എങ്കിൽ പോലും ഓരോന്നിന്റെ ചെറിയ ചെറിയ കാരണങ്ങൾ ഞാൻ പറയുന്നത് ഈ സമയത്തിനുള്ളിൽ ഞാൻ ഇത് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ. അപ്പോ പലരും വിചാരിക്കുന്നത് ഈ ഡിസ്ക് പ്രൊലാപ്സ് മാത്രമാണ് നടുവേദന. അപ്പം ഓപ്പറേഷൻ ഇപ്പൊ ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് എന്റെ നടുവേദന വന്നു, വല്ലാതെ വേദനയുണ്ട്, ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ രക്ഷയില്ല എന്നാ പറയുന്നത്, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മുമ്പൊക്കെ ഈ ഓപ്പറേഷൻ ഡിസ്കിന് വന്ന പ്രശ്നങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് അതിന്റെ ലാമിനയുടെ ആ ഭാഗം പ്രസ് ചെയ്ത ഭാഗം കട്ട് ചെയ്യലാണ്. എങ്കിൽ പോലും നമുക്ക് പിന്നെ അത്തരം ഭാഗങ്ങളിൽ ഒരു 1-2 ഭാഗത്ത് വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് അധികം പാർട്ട് വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് പിന്നെ അന്നത്തെ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അടുത്തുള്ള പല ഹോസ്പിറ്റലുകളും പരസ്യം ചെയ്യുന്നത് ഒറ്റ ദിവസം ഓപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ ഡിസ്ക് പ്രൊലാപ്സ് മുതൽ ഓരോന്നും സ്പീഡായിട്ട് ഞാനത് പിന്നെ തരാം. അപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കാര്യത്തിൽ കോൺജനിറ്റലായിട്ട് വരുന്ന ജന്മനായുള്ള പ്രശ്നങ്ങൾ, രണ്ടാമത്തേത് അതിൽ തന്നെ 3 കാരണങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ട്രോമാറ്റിക് പറഞ്ഞു, മൂന്നാമത്തെ ഇൻഫ്ലമേറ്ററി ഇപ്പൊ നിങ്ങൾക്ക് സ്പൈനൽ ട്യൂബർക്ലോസിസ് വരുന്ന ഈ നടുവേദനയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ആ കശേരുക്കൾക്ക് ഒരു കശേരിയുടെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ദ്രവിച്ച് പിന്നെ മറ്റു ഭാഗങ്ങളൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് ഇതായിട്ടുള്ള ഒരു കുത്തിരി, ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്റേയിൽ പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഡീജനറേഷൻ, തേയ്മാനം കൊണ്ടുവരുന്ന നടുവേദനയിൽ ആ ഭാഗത്തിന് ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ നോർമൽ ഡിസ്ക് കാണാം, ബൾജ് ഡിസ്ക് കാണാം, ഹെർണിയേറ്റഡ് ഡിസ്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഡീജനറേഷൻ വന്നിട്ട് അതിന്റെ ആ ഷേപ്പ് ഒക്കെ മാറിയത് കാണാം. ഡിസ്കിന് പിന്നെ തിന്നിങ് വന്നിട്ട് അത് പിന്നെ ലോപിച്ചു പോയിട്ട് അതൊരു വളരെ കട്ടി കുറഞ്ഞ രൂപത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ നിയോപ്ലാസ്റ്റിക് പറഞ്ഞ, അതായത് ക്യാൻസർ കൊണ്ടുവരുന്ന നടുവേദനയിൽ പ്രധാനമായിട്ടും മിക്കവാറും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ് ഒക്കെ പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിയോപ്ലാസ്റ്റിക്കില് വരുന്ന ഈ ഒരു അസുഖം, ഈ മൾട്ടിപ്പിൾ മയലോമ എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് കുറച്ചുകൂടി നമ്മൾ അത് ഡോക്ടർമാരായാലും രോഗികളൊക്കെ അറിയുന്നത് നല്ലതാണ്. കാര്യം ഗുരുതരമായ ഒരു നമ്മുടെ പ്ലാസ്മയിൽ വരുന്ന, പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ സെൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ശരീരത്തിന്റെ അണുബാധകൾക്കെതിരായിട്ട് ശരീരത്തിൽ വരുന്ന ആന്റിബോഡികളൊക്കെ നിർമ്മിക്കുന്ന ഒരു വെള്ള രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ അടങ്ങിയതാണ് ഈ പ്ലാസ്മ കോശങ്ങൾ. അതിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗാണുക്കളെയൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അറിഞ്ഞ് ഏത് രോഗാണുവിന് ഏത് ആന്റിബോഡിയാണ് പിന്നെ ഉണ്ടാക്കേണ്ടത് എന്ന രൂപത്തിൽ പിന്നെ ശരീരം തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം ക്യാൻസർ കോശങ്ങൾ ഇല്ലാതാകുകയും എന്നാൽ ഈ പ്ലാസ്മ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളർന്ന് മജ്ജയില് അടിഞ്ഞുകൂടി ഉണ്ടാക്കുന്ന ഒരു തരം രോഗമാണ് ഈ മൾട്ടിപ്പിൾ മയലോമ. അത് നമ്മുടെ എല്ലിനെ, പ്രത്യേകിച്ച് നട്ടലിന്റെ എല്ലിനെ പിന്നെ ദുർബലമാക്കുകയും ദ്രവിപ്പിക്കുകയും എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഒരു ഒരു പീഡനം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ അതിന് ഫ്രാക്ചർ വരിക, അല്ലെങ്കിൽ പിന്നെ അസ്ഥികളെ ശക്തി കുറക്കുക, അതിന്റെ ഒടിവ് ഒരു എക്സ്റേയിലോ അല്ലെങ്കിൽ MRI എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അതില് ആ അസ്ഥികൾക്ക് ഒടിവോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള മറ്റ് പിന്നെ എന്തെങ്കിലും ചതവുകളൊക്കെ കാണാൻ പറ്റും. അതിനെ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ അതിന് കുറെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ആ ലക്ഷണങ്ങൾ കൂടാതെ ഈ പറയുന്ന താഴെ പറയുന്ന ഇപ്പം ഈ ഓക്കാനം,
വിശപ്പില്ലായ്മ, മലബന്ധം, നിരന്തരമായ ക്ഷീണം, ചെറിയ അണുബാധകള്, എന്തെങ്കിലും ചെറിയ ജലദോഷത്തുമൂലം വന്നു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ശരീരത്തില് വല്ലാത്ത അസുഖങ്ങൾക്ക് ഉണ്ടാക്കുക, വെയിറ്റ് കുറയുക, ഈ കാലുകൾക്ക് ബലം കുറയല്, മരവിപ്പ്, അമിതമായ ദാഹം, കാലിൽ വീക്കം, മൂത്രം കുറയല്, മൂത്രത്തിൽ രക്തം, ഈ തലകറക്കം, രുചിയില്ലായ്മ എന്നിവയുള്ള ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെതാവാമെങ്കിലും അത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എല്ലാവരും എന്നാ പിന്നെ ഞാനത് മൾട്ടിപ്പിൾ മൈലോമ അത് വിചാരിച്ചിട്ട് നാളെ മുതല് ആ രൂപത്തിലുള്ള ഒരു ചികിത്സയോ മറ്റു കാര്യങ്ങളോ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ മൾട്ടിപ്പിൾ മൈലോമ അല്ലാത്ത മറ്റു പല അസുഖങ്ങൾക്കും ഇതേ ലക്ഷണങ്ങൾ വരാം എന്നതിനാല് അതിനുള്ള ഈ ബെൻ ജോൺസ് ടെസ്റ്റ് പോലെയുള്ള മറ്റു ടെസ്റ്റുകൾ, ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ, ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കതപ്പ്, നെഞ്ചിരിപ്പ്, കൈകാല് കുഴച്ചല്, കൈയൊക്കെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ തരിച്ചു പോവുക, തല ചുറ്റല്, തലക്ക് കനം, ചെവിയിൽ മൂളിച്ച പോലെയുള്ള ഉറക്കം തൂങ്ങല്, മുടി കൊഴിച്ചിൽ നിന്ന് ഒരുപാട് ലക്ഷണങ്ങൾ വരാം. അപ്പൊ അത് സാധാരണ രക്തക്കുറവ് കൊണ്ട് തന്നെ വരാം. അതിൽ തന്നെ ഇപ്പൊ വൃക്കയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് ആണ് നേരത്തെ പറഞ്ഞ മൊത്തത്തില് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അതിന് നട്ടെല്ലിന് ശക്തി കുറവ് കൊണ്ട് വരുന്ന മറ്റു പല അസുഖത്തിൽ നട്ടെല്ലിന് ചതവൊക്കെ വരാം. അപ്പോ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡോക്ടർമാരോട് കൃത്യമായിട്ട് നമുക്കുള്ള ലക്ഷണങ്ങൾ പറയുകയും അതിനായിട്ടുള്ള ടെസ്റ്റുകൾ ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പൊ അത്തരം ടെസ്റ്റുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ തന്നെ ചെയ്യാനുള്ള ഒരവസരം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ പിന്നീട് അഥവാ പറയാൻ വിട്ടുപോയി എങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തില് ഏത് ഡോക്ടർമാർ എഴുതിയ ഇപ്പൊ ഈ ടെസ്റ്റിന് ഇപ്പൊ MRIക്ക് എഴുതി കഴിഞ്ഞാൽ പോലും അതിന് നമ്മുടെ ഒരു മാം ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അവർക്ക് MRIക്ക് ഇപ്പൊ 10, 15, 13, 12, 8 എത്രയോ വില വ്യത്യാസത്തിലാണ് പല സ്ഥലത്തും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്റെ യൂട്യൂബില് 2-3 യൂട്യൂബില് എങ്ങനെയാണ് MRIക്ക് പൈസ കുറച്ച് കിട്ടുന്നത്, അത് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് പറയുകയും മലബാർ ഏരിയയിൽ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ഈ 5 ജില്ലയിലും അതിനുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ച് നട്ടലിന്റെ MRI എടുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇനി തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നടപ്പിലാക്കാൻ വേണ്ടി ഒരു DMRI ഗ്രൂപ്പ് തന്നെ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് MRI അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എന്നെ കേൾക്കുന്ന എല്ലാവരും അതിന് വേണ്ട പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നു. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ കാരണങ്ങളിൽ ആദ്യം പറഞ്ഞത് കൺജനിറ്റല്, അതായത് ജന്മനായുള്ള പ്രശ്നങ്ങൾ, രണ്ടാമത്തത് ട്രോമാറ്റിക്, മൂന്നാമത്തത് ഇൻഫ്ലമേറ്ററി ആൻഡ് നീർക്കെട്ടും കൊണ്ട് വരുന്ന അസുഖങ്ങൾ, നാലാമത്തത് ഡീജനറേഷൻ, അഞ്ചാമത്തത് നിയോപ്ലാസ്റ്റിക്, ആറാമത്തത് മെറ്റാബോളിക്. ഈ മെറ്റാബോളിക്കിലാണ് ഈ ഓസ്റ്റിയോപോറോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, അത്തരം കാര്യങ്ങൾക്ക് വരുന്ന ഓസ്റ്റിയോപോറോസിസും ഓസ്റ്റിയോമലേഷ്യയും. അത് കൃത്യമായി നിങ്ങൾക്ക് എല്ലിന്റെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ കാണാം. ഇതില് ചൊറി പിടിച്ചത് പോലെയുള്ള ബോൺ വിത്ത് ഓസ്റ്റിയോപോറോസിസിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സാധാരണ എല്ലിന്റെ രൂപം ഈ ഓസ്റ്റിയോമലേഷ്യയിലും അതിന്റെ നോർമലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ റെഫേർഡ് പെയിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം ഭാഗങ്ങളിലൊക്കെ റെഫേർഡ് പെയിന് വരാം. അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിസെല്ലേനിയസിൽ വരുന്നതാണ് നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് പൊസിഷൻ തെറ്റിക്കൊണ്ടോ അല്ലെ വേറെ എന്തെങ്കിലും കാരണങ്ങളാലോ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടോ വരുന്ന ഇത്തരം നടുവേദനകൾ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞ നടുവേദനയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കഴുത്തുവേദന ലക്ഷണങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നടുവേദന ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കുറെ നേരം ഇപ്പൊ L4 L5 ആണ് അല്ലെങ്കിൽ L5S1 നമുക്ക് പ്രശ്നമെങ്കിൽ, അപ്പൊ ചിലർക്ക് നടുവേദന ജീവിതത്തിൽ ഒരിക്കലും
വരണമെന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഇടയിലുള്ള ഒരു കേസ് വന്നപ്പോൾ കൊയ്ത്തുനിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു മുട്ടിന്റെ ചോട്ടിൽ മാത്രമാണ് വേദന. ഞാൻ അവരോട് പറഞ്ഞു നിർബന്ധമായിട്ട് നിങ്ങൾ നട്ടിലിന്റെ മാറി എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവരോട് നമുക്ക് നട്ടിലിന് ഇതുവരെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു എന്തായാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ MRI എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ചികിത്സിക്കുള്ളൂ എന്നുള്ള ഒരു കണിശത അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചപ്പോൾ അവർ പോയി MRI എടുക്കുകയും അവർക്ക് L4 L5 മാത്രം ഡിസ്ക് വലിച്ചു വന്ന് അതിന്റെ പ്രൊട്രൂഷൻ വന്ന ശേഷം അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അവർക്കത് മാറി. കാരണം അതുവരെ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടറും അത് മോഡേൺ മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ന്യൂറോ ഓർത്തോ ഡോക്ടർമാരൊന്നും അവരോട് MRI എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു ഞങ്ങൾക്ക് മുട്ടിന്റെ ഇവിടെ മാത്രമേ വേദനയുള്ളൂ. അതുകൊണ്ട് ഡോക്ടർമാരും അതിനെ തെറ്റിദ്ധരിച്ചു പോയിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ വന്നു. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് എൻ്റെ അടുത്തൊരു കൈവറയിലേറ്റ് രോഗി വന്നു, കഴിഞ്ഞ ദിവസം വന്നു. അപ്പൊ അവർക്ക് കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് ചികിത്സയൊക്കെ ചെയ്ത് അവസാനം ഈ കൈവറയിൽ വന്നപ്പോൾ അവര് പാർക്കിൻസൺസിന്റെ ചികിത്സയൊക്കെ ചെയ്തു. അത് മാറാതായപ്പോൾ MRI എടുപ്പിച്ചു. MRI എടുത്ത് നോക്കുമ്പോൾ അവരുടെ C3 C4 C4 C5 C5 C6 C6 C7 വരെയുള്ള എല്ലാ ഭാഗത്തുള്ള ഡിസ്കും തള്ളി ആ കൈയിലേക്ക് പോകുന്ന ബ്രാക്കിയൽ പ്ലെക്സസിലേക്ക് പോകുന്ന ഞരമ്പിന് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ അവര് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കയ്യിലേക്ക് വരുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വളരെ രസകരം എന്ന് പറയട്ടെ അവിടുത്തെ ഡോക്ടർമാർ ഇതിന് മാത്രമേ നിങ്ങൾക്ക് അസുഖമുള്ളൂ, നിങ്ങൾക്ക് ഇതേ ചികിത്സിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വെറൈഡുള്ള അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തിന് മരുന്ന് കൊടുത്തിട്ട് അത് മാറിയില്ല. എന്നിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അതിനായിട്ട് ചികിത്സ ചെയ്തപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാണുമ്പോൾ തന്നെ അതിന്റെ കാരണങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടുള്ള രൂപത്തിൽ ആക്കിയാൽ മാത്രമേ നമുക്കത് ഇതാക്കാൻ പറ്റുള്ളൂ. കോഡാക്കുലർ സിൻഡ്രോം ഞാൻ പറഞ്ഞു. അതിന്റെ സിംറ്റംസിൽ ഒന്ന് കഠിനമായ നടുവേദന, കാലുകൾക്ക് ശക്തിക്കുറവ്, അല്ലെങ്കിൽ ചിലപ്പം ഫുഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കാലിന് തൂങ്ങിപ്പോവുക, മലമൂത്ര വിസർജനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുക. ഒന്നില് പെട്ടെന്ന് മലമൂത്രം വിസർജനം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ തീരെ പോവാതിരിക്കുക. ഇപ്പൊ തന്നെ എൻ്റെ അടുത്തൊരു 4-5 പ്രാവശ്യം കുത്തിയെടുക്കേണ്ടി വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന കോഡാക്കുലർ സിൻഡ്രോമുള്ള രോഗി. അപ്പൊ ഞാനത് എന്റെ പഴയ ഒരു കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഈ രോഗിയെ ഞാൻ അഡ്മിറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ രോഗി പറഞ്ഞു നമ്മൾ അറിയുന്ന 10-29 നടുവേദനക്കാർക്ക് ഇവിടുന്ന് മാറിപ്പോയിട്ട് ഈ രോഗിയെ നിങ്ങൾ ചികിത്സിക്കാതെ മടക്കിയാൽ മാനസികമായിട്ട് തളർന്നുകൊണ്ട് തന്നെ ആൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് ഒരാഴ്ച നിങ്ങൾ അഡ്മിറ്റ് ആക്കി ചികിത്സ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഡ്മിറ്റ് ആക്കുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം വന്നപ്പോൾ പിന്നീട് അവര് തന്നെ കംപ്ലീറ്റ് ചികിത്സ ഇവിടെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയും അതിന് ഇപ്പോ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം കുത്തിയെടുക്കേണ്ടി വന്നു. 5 പ്രാവശ്യം പിന്നെ കുത്തിയെടുക്കേണ്ട ആൾക്ക് 1-2 പ്രാവശ്യം മൂത്രം പോവുകയും പിന്നീട് 2-3 പ്രാവശ്യം മാത്രമേ കുത്തിയെടുക്കേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ ഈ ലൈംഗിക വൈകല്യം, ഞരമ്പിന് ശക്തിക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ വരും. പിന്നീട് വരുന്നത് നടുവേദനയൊക്കെ പരിശോധനകളാണ്. പരിശോധന വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 8 കാരണങ്ങളിൽ ഏതൊക്കെ കാരണങ്ങളാൽ ആണ് നടുവേദന വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോ ഇതിൽ പറയുന്ന വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഈ ക്യാൻസർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതില് വരുന്ന രക്തപരിശോധന, ഇൻഫ്ലമേറ്ററി കോസ് ആണെങ്കിൽ അതില് ആർത്രൈറ്റിസ്, സന്ധിവാതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കേണ്ടി വരും. ഈ എക്സ്റേ എല്ലാവരും എക്സ്റേ എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമുക്ക് എല്ല് പൊട്ടിയാൽ സന്ധികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെയുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്റസിസ് ഉണ്ടെങ്കിലൊക്കെ എക്സ്റേയിലാണ് മനസ്സിലാക്കുക. ഇത് കൂടാതെ MRI സ്കാൻ ചെയ്യുന്നത് ഇപ്പൊ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസ് നമ്മുടെ ഡിസ്ക് ആണെങ്കിലും അതേപോലെ തന്നെയുള്ള നേരത്തെ പറഞ്ഞ എന്തെങ്കിലും മറ്റു കാരണങ്ങളാൽ വരുന്ന നടുവേദനയാണെങ്കിൽ അതിന് ഇപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ വന്നു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇത് മനസ്സിലാവും. അല്ലെങ്കിൽ TB തന്നെ ആണെങ്കിലും TBയുടെ ചില ലക്ഷൻസ് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ MRI എടുക്കേണ്ടി വരും.
ഇതൊന്നും അല്ലെങ്കിൽ പോലും റിസ്ക് എത്രത്തോളം തള്ളിയിട്ടുണ്ട്, അത് ഏതൊക്കെ നെർവിനെ ബാധിച്ചിട്ടുണ്ട്, അത് വെറും മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ നേരത്തെ ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ, പ്രൊട്രൂഷൻ, എക്സ്ട്രൂഷൻ, സെക്വസ്ട്രേഷൻ, കോഡാക്യുലർ സിൻഡ്രോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇതിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. CT സ്കാനും ഇതേപോലെ തന്നെ എക്സ്റേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റേയുടെ തന്നെ മറ്റൊരു CT സ്കാൻ ഉള്ളത് കൊണ്ട് അത്തരം പാർട്ടുകൾ മനസ്സിലാവാൻ ഇത് CT ചെയ്യേണ്ടി വരും. ചില പാർട്ടുകൾ ഇപ്പൊ ഞാനിപ്പോ റെഫേർഡ് പെയിനും മറ്റൊക്കെ അറിയണമെങ്കിൽ UST ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ നടുവേദന, അത് കഴുത്ത് മുതൽ അടിവരെയുള്ള എല്ലാ കാരണങ്ങളും നടുവേദന പെടുത്തി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കഴുത്തുവേദന വേറൊരു ഭാവവും നടുവേദന പെടുത്തി കഴിഞ്ഞാൽ, അതില് ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ചികിത്സ വരുന്നത് കൃത്യമായിട്ട് നമ്മൾ ദൂഷ്യം, ദേശം, ഫലം, കാലം, അനലം, പ്രകൃതി, വയഹ, സത്വം, സാത്മ്യം, തദാഹാരം, സൂക്ഷ്മ പരിചയം, 10 കാര്യങ്ങൾ ഒരു രോഗി വരുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ട് അയാൾക്ക് ഏത് തരത്തിലാണോ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ നടുവേദനയാണെങ്കിലും അത് സയാറ്റിക് ആണെങ്കിലും അതിന് തലം പ്രത്യംഗുലീനം ഖണ്ഡര മാരുതാർദിത സക്തുക്ഷേപ നിഗ്രഹണാദി ഗൃഹസീതാം പ്രരക്ഷതേ. അപ്പോ പലർക്കും അറിയാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ നടുവേദനക്ക് വന്നു കഴിഞ്ഞാൽ കടിഗ്രഹം എന്നാകുക. അത് നമ്മള് ലംബാഗോ എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം വരുന്ന വേദനയാണ്. അതിനി കാലിലേക്ക് വരുമ്പോൾ ഗൃദ്രസി എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന അസുഖത്തിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് മോഡേൺ മെഡിസിനിലും അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സിലും നമ്മൾ പറഞ്ഞ ലാബ് ടെസ്റ്റ് ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും CT സ്കാൻ ആണെങ്കിലും ഇനി MRI ആണെങ്കിലും കുറച്ചുകൂടിയുള്ള പെറ്റ് സ്കാൻ പോലെയുള്ള അല്ലെങ്കിൽ ബോൺ സ്കാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി വരുന്ന അസുഖത്തിന് ആയുർവേദത്തില് മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാം. ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ തന്നെ കുറഞ്ഞതിനെ കൂട്ടുകയും, അതായത് അവതർപ്പണം, സന്ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഉള്ള എന്തിനെങ്കിലും അത് കൂട്ടുകയും, അവതർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള കൂടിയതിനെ കുറയ്ക്കുകയും ചെയ്യുന്ന 2 ചികിത്സ മാത്രമേ ആയുർവേദത്തിലുള്ളൂ എല്ലാ അസുഖത്തിനും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതില് നേരത്തെ പറഞ്ഞ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആണെങ്കിലും കാൽസ്യം ഡെഫിഷ്യൻസി ആണെങ്കിലും അത് അല്ലെങ്കിൽ ഈ വാതികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ വാതരോഗത്തിലാണ് ആയുർവേദത്തിൽ പെടുത്തിയിരിക്കുന്നത്. വാതരോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എല്ലിനോ അല്ലെങ്കിൽ നെർവ്സിനോ അല്ലെങ്കിൽ ജോയിന്റിനോ ഒക്കെ വരുന്ന അസുഖങ്ങളൊക്കെ ആയുർവേദത്തിൽ വാദത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ കേവല വാദം എന്ന് പറഞ്ഞിട്ട് 80 തരവും സന്ധിവാദം ഒക്കെ ആയിട്ട് വരുന്ന ഒരു 200-ലധികം വാദങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ ചെയ്യുന്ന ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശമന ചികിത്സയും ശോധന ചികിത്സയും ഇത് രണ്ടും കൂടിയതാണ് ഈ അവതർപ്പണ ചികിത്സ. അത് ശമന ചികിത്സയിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ദീപനം, അതായത് നമ്മൾ അസുഖത്തിനെ വർദ്ധിപ്പിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ കുറക്കുന്ന രൂപത്തിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും കഴിക്കുക. പാചനം, ഈ കഴിച്ചത് ദഹിച്ചില്ലെങ്കിൽ ദഹിക്കാൻ വേണ്ടി സാധനങ്ങൾ കഴിക്കുക. ദീപനം, പാചനം. പിന്നെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിഗ്രഹം, അതായത് നമ്മുടെ വിശപ്പിനെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ ദാഹത്തിനെ നിഗ്രഹിക്കുക. അതാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ഈ ഉപവാസം പറയുമ്പോഴും ഈ ഒരു വാക്ക് ഞാൻ പറയുമ്പോൾ ആയുർവേദ ചികിത്സയിൽ നിന്ന് മാത്രമല്ല മോഡേൺ മെഡിസിനും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന 14 നേട്ടങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പ്രമേഹം തടയും, 2 പ്രഷർ കുറക്കും, 3 LDL കൊളസ്ട്രോൾ കുറക്കും, 4 നാഷ് നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസിനെ ഇല്ലാതാക്കും, 5 സന്ധിവാതം തടയും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ തേയ്മാനം ഇല്ലാതാക്കും. അതേപോലെ തന്നെ രോഗാണുക്കളെ കൊല്ലുന്നതുകൊണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടാവുകയില്ല. ഓർമ്മശക്തി കൂട്ടും. അതായത് നമ്മുടെ തന്മാത്ര രോഗം എന്ന് പറഞ്ഞ നമ്മുടെ ഓർമ്മശക്തി കുറക്കുന്ന അല്ലെങ്കിൽ മറതി രോഗം എന്ന് പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ തേയ്മാനാണെങ്കിലും സന്ധിവാതാണെങ്കിലും അതേപോലെയുള്ള വയറ്റിൽ പുണ്ണ് പോലെയുള്ള കാരണങ്ങളൊക്കെ ഇല്ലാതാക്കും. ക്യാൻസറിനെ തടയും, പിന്നെ ഏജിങ്ങിനെ കുറക്കും. ഇങ്ങനെ 14 ഗുണങ്ങൾ ഡോക്ടർ രാജീവിന് എഴുതിയ നോമ്പും ആരോഗ്യവും എന്നുള്ളൊരു പുസ്തകത്തിൽ കൃത്യമായിട്ട് 14 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെറ്റാബോളിക് ഡിസീസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആയുർവേദ ചികിത്സയിൽ വരുന്ന
പിന്നെ കടിവസ്തി ആണെങ്കിലും അഭ്യംഗമാണെങ്കിലും മരുന്നുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ വസ്തി, ഈ പഞ്ചകർമ്മങ്ങളൊക്കെ ആണെങ്കിൽ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പിന്നെ കൃത്യമായ ചികിത്സ ചെയ്ത് കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ പറ്റും. മോഡേൺ മെഡിസിനിലെ ചികിത്സ ഇപ്പോൾ റെസ്റ്റാണ് ആദ്യം പറയാം, പിന്നെ ട്രാക്ഷൻ പറയും, മരുന്നുകളുണ്ട്, സർജറി ഉണ്ട്. സമയം വൈകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. പിന്നെ പ്രതിരോധ മാർഗങ്ങളാണെങ്കിൽ നമ്മള് സയാറ്റിക് ഞാൻ പറയും, ഇരിക്കുക, അധികം ഇരിക്കരുത്, നിൽക്കരുത്, നടക്കരുത്, കുനിയരുത്, കണ്ണുകൾ എടുക്കരുത്. ഈ 5 കാര്യങ്ങൾ എന്റെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുകയും കൃത്യമായ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ അക്യൂട്ട് സയാറ്റിക്ക 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റാൻ നമുക്ക് കഴിയാറുണ്ട്. അതേപോലെ ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നതിന് അത്തരം കാര്യങ്ങളിൽ പറയണം. സമയം വൈകുന്നത് കൊണ്ട് അത് ചുരുക്കുകയാണ്. ഒരു ശരിയായ വ്യായാമം, എന്റെ യൂട്യൂബിൽ 12 വ്യായാമം, നടുവേദന ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും ഉള്ളവർക്ക് മാറാനും വേണ്ടിയുള്ള 12 വ്യായാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളായിട്ടാണ് ഇതെല്ലാം കാണുന്നത് കൊണ്ട് ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തുക.